നെന്മാറ സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗിന്റെയും നെന്മാറ NSS കോളേജ് NCC ബറ്റാലിയന്റെയും നേതൃത്വത്തിൽ NCC കേഡറ്റുകൾക്കായി ജൈവ വൈവിധ്യ പഠന ക്യാമ്പും ട്രക്കിംഗും സംഘടിപ്പിച്ചു. നെല്ലിയാമ്പതി താഴ്വരയിൽ നടന്ന ഏകദിന പരിപാടിയിൽ 130 യുവാക്കൾ പങ്കെടുത്തു. കാടിനെക്കുറിച്ച് അറിയുന്നതിനും യുവാക്കളിൽ ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. CLSL ഡയറക്ടർ അശോക് നെന്മാറ ഉദ്ഘാടനം ചെയ്തു. പോകുന്ന സമയത്ത് ആനയുടെ ഇതുണ്ടാവും. ചില സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന സമയത്ത് ആന ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ചെറിയൊരു സ്ഥലമാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ പോകുന്നതാണെങ്കിൽ നമ്മൾ കാട്ടിനകത്തൂടെയാണ് 1 കിലോമീറ്റർ. അത് കഴിഞ്ഞ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ലാൻഡിൽ എത്തുന്നുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾ വ്യൂ പോയിന്റിലേക്ക് പോവുക. അപ്പോൾ കാടിനെ അറിഞ്ഞു പോവുക. പോകുമ്പോൾ ബഹളം ഉണ്ടാക്കാതെ പോവുക. കാരണം മര്യാദ പാലിക്കുക. രാട്ടം പറഞ്ഞ പോലെ മര്യാദ പാലിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഓക്കെ, ഇതൊരു തുടക്കം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ട്രക്കിങ്ങിനുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഇല്ല. അപ്പോൾ അധ്യാപകരൊക്കെ ഫുൾ സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ തന്നെയാണ്, ടീച്ചേഴ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഇവർ MSW പഠിക്കുന്ന ആളുകളുണ്ട്, ചെന്നൈയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും നിങ്ങളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. സൈത്തും ശ്രീരാഗും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും നിങ്ങളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ. ചടങ്ങിൽ എക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രജീഷ് അധ്യക്ഷനായി. ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രാകേഷ് മുഖ്യാതിഥിയായി. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളായ ലക്ഷ്മിപ്രിയ, ഹസീന എന്നിവർ സംസാരിച്ചു. NCC കോർഡിനേറ്റർമാരായ അർജുൻ K, ആദർശം എന്നിവർ ട്രക്കിങ്ങിന് നേതൃത്വം നൽകി. CNSN പ്രവർത്തകരായ സജിത്, K മഞ്ജുഷ, N നദീറ, ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം എന്ന വിഷയത്തിൽ ഗ്രീൻ കമ്മ്യൂണിറ്റി സംസ്ഥാന സമിതി അംഗം രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു. നമ്മളെപ്പോലെ ഇനിയുള്ള തലമുറയെങ്കിലും ഇതൊന്നും മനസ്സിൽ വെക്കാതെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുരുട്ടുബുദ്ധികൾക്ക് പോവാതെ കഴിയുന്നത്ര രീതിയിൽ ഇതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ നശിപ്പിക്കാതിരിക്കുക. അത്രേ പറയാനുള്ളൂ. എന്തായാലും ഇപ്പോൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വല്ലതിനെയൊക്കെ കാണാൻ കഴിഞ്ഞെന്ന് വരും. കാരണം മിനിയാന്നാണ് ഇവിടെ പേശോട്ടുണ്ട് പറയുന്നത്, പുള്ളിപ്പുലി ഇവിടെ ഉണ്ടത്ര. ഈ കളത്തിന് തൊട്ടപ്പുറത്ത് പുള്ളിപ്പുലി ഉണ്ടായിരുന്നു പറഞ്ഞു. അതൊരു 3 ദിവസം 4 ദിവസം ഇവർ കണ്ടില്ല. തുടച്ച് കേശവനോട് ചോദിച്ചറിയാം. UTV ന്യൂസ്, പാലക്കാട്.